മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് എല്ലാ മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 44 വയനാട് യുണൈറ്റഡ് നേരിടുന്നു കേരള പോലീസിനെ. വയനാട് യുണൈറ്റഡിന്റെ ആൻഡ് കേരള പോലീസിന്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. അമീൻ മുൻ കോവളം FC താരം കൂടിയായിരുന്നു. അമീൻ കണ്ണൂർ വാരിയേഴ്സ് താരം കൂടിയായിരുന്നു. സൂപ്പർ ലീഗ് കേരളയിൽ അവിടെ ഹെഡർ ക്ലിയറൻസ് ചെയ്ത് അപകടം മാറ്റാനുള്ള ശ്രമമാണ്. അതിനുശേഷം തന്നെ ഒരു പവർഫുൾ ഷോട്ട്, ക്രോസ് ബാർ വില്ലൻ ആവുകയാണ് വയനാട് യുണൈറ്റഡിന് മുന്നിൽ. ആൻഡ് വീണ്ടും നല്ലൊരു അറ്റാക്ക് അവിടെ വരുന്നുണ്ട്. ആൻഡ് വയനാട് യുണൈറ്റഡ് അപകടം മാറുന്നില്ല. ഇപ്പോഴൊരു ഗോൾ സ്കോർ ചെയ്യാനുള്ള സുവർണ അവസരമുണ്ട് വയനാട് യുണൈറ്റഡിനെ സംബന്ധിച്ച്. വീണ്ടും ഒരു ക്രോസ് വരികയാണ്, ഹെഡർ ക്ലിയറൻസ് ചെയ്ത് അപകടം ഒഴിവാക്കാനുള്ള ശ്രമം. ബിബിൻ തോമസിന്റെ ഹെഡർ ക്ലിയറൻസ്. വീണ്ടും വയനാട് യുണൈറ്റഡിന്റെ ആക്രമണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അപകടം ഒഴിവാകുന്നില്ല. വീണ്ടും പെനാൽറ്റി ഏരിക്ക് പുറത്താണ് പന്ത് ഇപ്പോഴും കറങ്ങി നിൽക്കുന്നത്. ഏത് നിമിഷവും ഒന്നാം പകുതിയുടെ വിസിൽ വരാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഒന്നാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും ഗോൾ ഒന്നും നേടാനാകാതെ ഗോൾ രഹിത സമനിലയിൽ ഒന്നാം പകുതി അവസാനിച്ചിരിക്കുകയാണ്. ഫ്രീ കിക്ക് എടുക്കാനായി അമീൻ മുന്നോട്ട് വരികയാണ്. അമീൻ എടുക്കുന്നു ഫ്രീ കിക്ക്. അമീന്റെ ഫ്രീ കിക്ക് തവണയും രക്ഷപ്പെടുത്തുന്നു മുഹമ്മദ് അസർ. തുടരെ 4 സേവുകളായിരിക്കുന്നു അസറിന്റെ പേരിൽ കുറിക്കപ്പെടുന്നതും ഈ മത്സരത്തിൽ. ഒരു സൂപ്പർ സേവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മികച്ച ഫ്രീ കിക്ക് തന്നെയാണ്. അവിടെ അമിപ്പിക്കാതെ മികച്ച പ്രകടനം നടത്തുകയാണ് സിബി എബ്രഹാം. അതുപോലെ തന്നെ മറ്റു താരങ്ങളും മജിദ് മെഹബൂബും ജിഷ്ണു KS ഈ 2 താരങ്ങളുടെ പേരും കൂടെ എടുത്തു പറയേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഗോകുലിന്റെ ക്രോസ് വരികയാണ്. ഹാൻഡ് ബോളിനുള്ള അപ്പീലുണ്ട്. യെസ്, പെനാൾട്ടി. ഇഞ്ചുറി ടൈമിലാണ് പെനാൾട്ടി വിധിക്കപ്പെടുന്നതും ഈ മത്സരത്തിൽ. ഇപ്പോഴും അസിസ്റ്റന്റ് റഫറിയോട് തർക്കിക്കുകയാണ് അവിടെ. മത്സരം 94ാമത്തെ മിനിറ്റിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു വരുന്നു കേരള പോലീസിന് വേണ്ടി പെനാൾട്ടി കിക്ക് എടുക്കാനായി. കേരളത്തിന്റെ സന്തോഷ് ട്രോഫി നായകൻ കൂടിയാണ് സഞ്ജു. ആൻഡ് ഗോൾ നമ്പർ 1 കേരള പോലീസ്. കേരള പോലീസിന്റെ ആദ്യത്തെ ഗോളായി മാറിയിരിക്കുന്നു ഈ മത്സരത്തിൽ. 90 മിനിറ്റ് കഴിഞ്ഞ് 94ാമത്തെ മിനിറ്റിലാണ് കേരള പോലീസ് ആദ്യത്തെ ഗോൾ കണ്ടെത്തുന്നത്. 3 പോയിന്റ് ആണ് കേരള പോലീസിന് ലഭിക്കാൻ പോകുന്നത് ഈ മത്സരത്തിൽ. മടങ്ങി വരാൻ വയനാട് യുണൈറ്റഡ് നല്ലൊരു മുന്നേറ്റമുണ്ട് അവസാന നിമിഷങ്ങളിൽ. ആൻഡ് ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. ഇപ്പോഴും പന്ത് പുറത്തേക്ക് പോയിട്ടില്ല. ആൻഡ് യെസ്, പെനാൽറ്റി. വയനാട് യുണൈറ്റഡിന് ലഭിക്കുന്നു പെനാൽറ്റി. ഇത് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഓരോ പോയിന്റ് വീതം നേടിക്കൊണ്ട് മത്സരം അവസാനിപ്പിക്കാം. സ്കോർ ചെയ്തില്ലെങ്കിൽ കേരള പോലീസിന് 3 പോയിന്റ് ലഭിക്കുന്ന. ആൻഡ് വയനാട് യുണൈറ്റഡ് നേടുന്നു അവരുടെ ആദ്യത്തെ ഗോൾ. ഗെയിം ഓൺ 1-1. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഗോൾ നേടിക്കൊണ്ട് കളി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരള പോലീസ് വേഴ്സസ് വയനാട് യുണൈറ്റഡ് മത്സരം. ഒരുപാട് മികച്ച മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു തകർപ്പൻ ഗോൾ തന്നെയാണ് അവസാന നിമിഷവും ഫൈനൽ വിസിലിന് മുൻപായി നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീനാഥാണ് ഗോൾ നേടിയത് വയനാട് യുണൈറ്റഡിന് വേണ്ടി. വയനാട് സ്വദേശി തന്നെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് മത്സരം അവസാനിപ്പിച്ചു. ആൻഡ് ഫുൾ ടൈം സ്കോർ കേരള പോലീസ് 1 വയനാട് യുണൈറ്റഡ് 1.